ഹായ് ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നമുക്കൊരു ഉപ്മ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുക. 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് ഒരു നോൺ സ്റ്റിക്ക് പാനിലിട്ട് നന്നായിട്ട്, അല്ലെങ്കിൽ ചീനിച്ചട്ടിയോ എന്തിലേലും ഉള്ളതിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി അതിന് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. മൂപ്പിക്കുന്ന പറഞ്ഞാൽ അതെടുത്ത് കടിക്കുമ്പം പൊടിഞ്ഞു പോവും. ആ വിധത്തിൽ കിട്ടുന്ന രീതിയിൽ നന്നായിട്ടത് മൂപ്പിച്ചെടുക്കണം. മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ വെർമിസെല്ലിയൊക്കെ മൂപ്പിച്ച് ചെയ്യത്തില്ലേ, അതുപോലെ മൂത്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ചൂടുവെള്ളം കൂടെ ഒഴിക്കുമ്പം പെട്ടെന്ന് ഇത് വേവായി കിട്ടാറുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നുറുക്ക് ഗോതമ്പെല്ലാം മൂത്ത് അതിൻ്റെ കളറൊക്കെ മാറി ഒരു ചെറിയ റെഡ് കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ആ തവ തന്നെ വെച്ച് അതിലേക്ക് അല്പം ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിലും ഇട്ട് കടുകും ഇട്ട് ഉഴുന്നും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. ഉഴുന്നൊരു ചുമപ്പ് കളറായി വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുണ്ട്, സവാള ഇതിലേക്ക് ചേർത്ത്, സവാളയോ ചുമന്നുള്ളിയോ, ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്, സവാളയും കൂടെ അരിഞ്ഞ് ചേർത്ത് വഴറ്റുക. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇടുക. ചിലർ വറ്റൽമുളക് ഇടും, ഞാൻ പക്ഷേ വറ്റൽമുളകോ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് ഇഞ്ചി കൊത്തി അരിഞ്ഞാണ്. ഞാനിവിടെ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റും, ഇത്രയും അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റണേ. അത് നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കും ചൂടുവെള്ളവും ഒക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതിലേക്ക് ഇനി നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യാം. ചൂടുവെള്ളം ആദ്യം ഞാൻ 1 കപ്പ് ഒഴിച്ചു, വീണ്ടും 1 കപ്പ്, അങ്ങനെ ഒരു 2.25 കപ്പ് ചൂടുവെള്ളം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആദ്യം 1 കപ്പ്, പിന്നെ ഇപ്പോൾ 1 കപ്പ്, പിന്നെ ഇനി ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി ചൂടുള്ളത് കാരണം അതിന് ബബിൾ വരുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. പച്ചവെള്ളം ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായി വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചൂടായി, ഇപ്പോൾ ഈ ക്യാരറ്റും ഇഞ്ചിയും അതിൽ കിടന്ന് ഒന്നുകൂടെ വെന്ത് കിട്ടും. തിളയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ ഗോതമ്പ് നുറുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ ഗോതമ്പ് നുറുക്കും കൂടെ ചേർത്ത് ഇളക്കി സിമ്മിലിട്ട് കുറേ സമയം അടച്ച് വെച്ച് പതുക്കെ അത് വെന്ത് കിട്ടത്തുള്ളൂ. കാരണം ഗോതമ്പ് നുറുക്കിന് നല്ല വേവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അടച്ച് വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും ആഡ് ചെയ്യണം. ഇപ്പം ഞാൻ അല്പം നെയ്യാണ് ആഡ് ചെയ്തത്. നെയ്യ് ആഡ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് കിട്ടും ഉപ്പുമാവിനെ. അങ്ങനെ നമ്മുടെ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അംഗനവാടി കിട്ടുന്ന അതേ ടേസ്റ്റിലൊക്കെ തന്നെയാണ് ഇതും കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും ഇതുപോലുള്ള റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു.